ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുമ്പ് ബൈ പ്രൊഫഷൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു. ആ സമയത്ത് കമ്പ്യൂട്ടർ സിമെന്റും അതിന്റെ കൂട്ടും എന്തൊക്കെ അതിന്റെ സ്ട്രക്ചറൽ ഡിസൈനിങ്ങും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത്. പക്ഷേ അടിസ്ഥാനപരമായി ജന്മം കൊണ്ട് ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചതെന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് ഇതിനെ ഗ്രാബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം തന്നതായിരിക്കാം, എന്തോ അറിയില്ല. ഞാനും പ്രൊഡക്റ്റിനെ പറ്റി തുടക്കം മുതൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം പ്രൊഡക്റ്റിനെ പറ്റി ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് എന്ത് കണ്ടാലും അതിന്റെ ഉള്ളറകളും എനിക്ക് അറിയണം. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഒരു റേഡിയോ വീട്ടിൽ വാങ്ങിയ അത് ചീത്തയാണെന്നില്ല, ഞാൻ ചീത്തയാക്കും. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയണം. അതഴിച്ച് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനമുണ്ട് എനിക്കൊന്നും അറിയണമെന്നില്ല. ഇലക്ട്രോണിക്കുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും അറിയില്ല. എങ്കിലും അതെന്താണെന്ന് ഒന്ന് അറിയുക എൻ്റെ സ്വഭാവം. ഒരു ഫോണ് വാങ്ങി ഏകദേശം ഒന്ന് പോയി കഴിഞ്ഞാൽ അത് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇതൊക്കെ നോക്കും ഞാൻ. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, ഉള്ളറകൾ അറിയാവുന്നത്. അപ്പൊ തീർച്ചയായും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് പ്രൊഡക്റ്റുകളെ പറ്റി ആദ്യമൊക്കെ ട്രെയിനിങ് നമ്മൾ അനൂപ് സാർ, ഇന്നത്തെ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അനൂപ് സാറിന്റെ അടുത്തു നിന്നാണ് പ്രൊഡക്റ്റ് ഒക്കെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ പ്രൊഡക്റ്റിനെ പറ്റി അദ്ദേഹം വളരെ ആധികാരികമായി സംസാരിക്കുന്ന സമയത്ത് എനിക്കും ഇതിനെപ്പറ്റി ഒന്ന് കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനും ഒന്ന് പഠിക്കാൻ തയ്യാറായത്. ഇന്ന് ശ്രീലത മേഡം സംസാരിച്ചതുപോലെ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞാനും ഒന്ന് നന്നായി ശ്രമിച്ചു. അതിന്റെ ഭാഗമായി എനിക്ക് പറയാൻ പറ്റുന്ന പല സമയത്തും ആളുകൾ പറയുന്നു, ആധികാരികമായി പറയുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് എനിക്കും ഒരു തോന്നല് ഞാനിതെ പറ്റി ഒന്നുകൂടെ നന്നായി പഠിച്ചാൽ കൊള്ളാം. കാരണം ഞാൻ സംസാരിക്കുന്ന സമയത്ത് പിന്നീട് സംശയങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് സംശയങ്ങൾ തീർക്കണമെങ്കിൽ ഞാൻ കാര്യമായിട്ട് പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ പഠിച്ചു. അങ്ങനെയാണ് ഇന്ന് പ്രൊഡക്റ്റ് ട്രെയിനർ എന്നുള്ള ഒരു ലേബലും എനിക്ക് കിട്ടിയത്. ഞാനിപ്പോ എവിടെ പോയാലും മറ്റെന്തെങ്കിലും ഒരു FSS കൈകാര്യം ചെയ്യാൻ എന്നെ വിളിക്കില്ല, അല്ലെങ്കിൽ ചോദിക്കാറില്ല. കാരണം ആ സമയത്തും സാർ പ്രൊഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയും ആ ലെവലിൽ കുടുങ്ങി നിൽക്കുകയാണ്. അതായത് ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ കമ്പനി പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നിങ്ങളോട് സൂചിപ്പിക്കുക. വളരെ വിശദമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, എങ്കിലും ജസ്റ്റ് നിങ്ങളോട് സംസാരിക്കേണ്ടത് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഞാൻ വരാവുന്ന സുബ്രഹ്മണ്യ സാറുടെ ഏറ്റവും പ്രധാനമായ 4 പ്രൊഡക്റ്റുകളാണ് കമ്പനി പുതുതായിട്ട് ലോഞ്ച് ചെയ്തത്. എനിക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അത് കിട്ടി തുടങ്ങി. നമ്മളെ സ്റ്റോറിൽ എത്തുന്നതിന് മുമ്പേ ഞാൻ കളക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്, എന്തും നേരത്തെ കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈനിൽ നമ്മൾ ഇന്ത്യ ഷോപ്പിൽ വന്ന ഉടനെ തന്നെ ഞാൻ ഓർഡർ ചെയ്തു. മുരിങ്ങ ഒഴികെയുള്ള ബാക്കിയൊക്കെ കിട്ടി. മുരിങ്ങ ഇന്ന് നമ്മുടെ സ്റ്റോറിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു അറിവ് കിട്ടിയത്. അപ്പോൾ ആദ്യമായി സംസാരിക്കാനുള്ളത് മുരിങ്ങ എന്ന് പറയുന്ന ഓൺ മുരിങ്ങ എന്ന് പറയുന്ന ഒരു സാധനമാണ്. മുരിങ്ങ ഒരു നാട്ടും പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചോളം മുരിങ്ങയെ പറ്റി ആധികാരികമായി അറിയണമെന്നില്ല. നമ്മളല്ലാതെ തന്നെ മുരിങ്ങ ഇഷ്ടംപോലെ കഴിക്കാറുണ്ട്. മുരിങ്ങ ഇലയും ചക്കക്കുരു ഒക്കെ ആയിട്ടുള്ള ഒരു കറിയും വിഭവമൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. മുരിങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഗുണങ്ങളൊന്നും അല്ല അതിനുള്ള, എത്രയോ ഗുണങ്ങളുള്ള സാധനമാണ്. നമ്മൾ സ്പൈറുലിന ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ വളരെ മനോഹരമായി സംസാരിക്കാറുണ്ട്, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എങ്കിൽ അതേപോലെ നമ്മളെ കരയിൽ കിട്ടുന്ന, അത് കടലിലുള്ള ഒരു പായലാണ് ഓൺ സ്പൈറുലിന. ഓൺ സ്പൈറുലിന എന്നല്ല, സ്പൈറുലിന എന്ന് പറഞ്ഞ പായല് കടലിലുള്ള അല്ലെങ്കിൽ ജലത്തിൽ വളരുന്ന ഒരു സസ്യമാണ്, ഒരു പായലാണ്. അത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഉള്ളം കയ്യിലുള്ള ഏറ്റവും ആരോഗ്യ ഗുണമുള്ള ഒരു പ്രകൃതി ദത്ത ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ് അല്ലെങ്കിൽ മരമാണ് മുരിങ്ങ. ആ മുരിങ്ങയിൽ കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ ചില്ലറയൊന്നുമല്ല, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ് മുരിങ്ങ. ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഫംഗൽ ആണ്, ആന്റി വൈറൽ ആണ് എന്നൊക്കെ വേണമെങ്കിൽ ഏത് വിധത്തിലും സൂചിപ്പിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കളും അതേപോലെ തന്നെ വൈറ്റമിൻസും കുത്തി നിറച്ചിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ പറയുന്ന മുരിങ്ങ. സാധാരണഗതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഗ്രാമപ്രദേശത്തുള്ള ആളുകളിലുള്ള ആളുകൾക്ക് ഇത് സാധാരണ ആയി ലഭിക്കുന്നതാണ്. പക്ഷെ ടൗൺഷിപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുരിങ്ങ ഇലയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇന്ന് കേരളത്തിന്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിലും ഏത് ഗ്രാമവും ടൗൺഷിപ്പിന്റെ ജീവിതമാണെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ടൗൺഷിപ്പ് എല്ലാ സ്ഥലത്തും ആണെന്നില്ല, ഗ്രാമപ്രദേശങ്ങളാണെങ്കിലും ടൗൺഷിപ്പിലുള്ള ആളുകൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെയും ജീവിത രീതി. കാരണം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മളും വില കൊടുത്ത് വാങ്ങുന്ന ആളുകളായി മാറി. വീടുകളിൽ ഉണ്ടാക്കുന്ന തൊടികളിൽ ഉണ്ടാക്കുന്ന ശീലമൊക്കെ നമ്മൾ മാറ്റിവെച്ചു. സ്വാഭാവികമായി
നമ്മുടെ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഡെഫിഷ്യൻസി സാധാരണക്കാരായ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ പോലും അനുഭവിക്കാൻ തുടങ്ങി. തീർച്ചയായും ഈ പ്രൊഡക്റ്റ് ഓൾ ഓവർ ഇന്ത്യ ഏത് സ്ഥലത്തും നന്നായി വിറ്റുപോകാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ നന്നായി ഉപയോഗിക്കേണ്ട ഒരു അർജന്റ് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഓൺ ആൻഡ് ഓൺ മുരിങ്ങ. യഥാർത്ഥത്തിൽ മുരിങ്ങ നമ്മള് പുളിമുളക് ഇടുന്ന് പറയുന്നില്ലേ, അതേപോലെ മഞ്ഞളും കുരുമുളകും ഒക്കെ ചേർത്ത് നല്ല കണ്ടീഷനായിട്ട് നിങ്ങൾക്ക് തരിക കമ്പനി. നമുക്ക് അത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും മുരിങ്ങ ഇലയിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളും ധാതുക്കളും തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് വൈറ്റമിൻ എ, നമ്മൾ എല്ലാ സമയത്തും നമ്മള് ഇത് മുരിങ്ങ അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റിനെ പറ്റി പറയാണ്ട് ഐ എനർജിനകത്ത് നമ്മൾ പനിനീരും മുരിങ്ങയുടെ സത്വമാണെന്ന് മുരിങ്ങയിൽ നിന്ന് എടുത്ത വൈറ്റമിൻ എ ആണെന്നാണ് നമ്മൾ പറയാറുള്ളത്. മുരിങ്ങ ഇലയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒന്ന് വൈറ്റമിൻ എ എൻറിച്ച് ആണ്. കണ്ണിന്റെ കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കാൻ ഇത് അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ മുരിങ്ങ ഇല സ്ഥിരമായി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം തിമിര രോഗത്തിൽ വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വേണം പറയാം. ഇന്ന് പല ആളുകളും ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു മേഖലയാണ് തിമിരം. ഈ തിമിരം വരാതിരിക്കാൻ ഇത്രയും നല്ല ഒരു ഫുഡ് സപ്ലിമെന്റ് നമുക്ക് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുകയും പിന്നീട് തിമിര ശസ്ത്രക്രിയ ചെയ്യുന്നതിന് പകരം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നത് മുരിങ്ങ. അപ്പോ നമുക്ക് കമ്പനി മുരിങ്ങ ഇല നന്നായി വറുത്ത് പൊടിച്ച് തരിക. അപ്പൊ മുരിങ്ങ ഇലയിൽ വൈറ്റമിൻ എ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ അതിൽ വൈറ്റമിൻ B1 B2 അതുപോലെ B3 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടാതെ അതിനകത്ത് ധാതുക്കൾ അടങ്ങിയിട്ടുള്ളത് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം അടങ്ങിയുള്ള ഗുണം എന്താ? എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ വളർച്ചക്ക് ഏറ്റവും അനിവാര്യമാണ് കാൽസ്യം. അതുപോലെ രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് കാൽസ്യം ആവശ്യമാണ്. ഇരുമ്പ്, അയൺ ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയൺ ഡെഫിഷ്യൻസി നേരെ പോകുന്നത് അനീമിയയിലേക്കാണ്. അപ്പൊ അനീമിയ ഒക്കെ വരാതിരിക്കാൻ നമ്മൾ സഹായിക്കും. സിങ്ക് നമ്മുടെ രക്തത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ രക്തത്തിന്റെ കട്ട പിടിക്കാനും അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. പൊട്ടാസ്യവും ഫോസ്ഫറസ് ഒക്കെ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട, വളരെ ചെറിയ അളവിൽ മാത്രം വേണ്ട ഏറ്റവും നല്ല ധാതുക്കളാണ് ഈ പൊട്ടാസ്യവും ഇതൊക്കെ ഫോസ്ഫറസ് ഒക്കെ. അതുപോലെ അതിനകത്ത് ഒരുപാട് അമിനോ ആസിഡുകൾ, നമുക്കറിയാം 22 അമിനോ ആസിഡുകൾ മനുഷ്യ ശരീരത്തിന് ആവശ്യമാണ്. അതിൽ 18 മാത്രമേ നമുക്ക് പുറത്തുനിന്ന് കിട്ടുള്ളൂ. 22 നമ്മൾ പുറത്തുനിന്ന് കിട്ടില്ല. ഒരു 4 അമിനോ ആസിഡുകൾ ശരീരം സ്വയമേവ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായും പുറമേ നിന്ന് കിട്ടേണ്ട 18 അമിനോ ആസിഡുകൾ പൂർണ്ണമായും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. അപ്പോ ആന്റി ഓക്സിഡന്റ് ആണ്. അതേപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 95 ഒക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ കോശങ്ങൾ, നേരത്തെ മാഡം പറഞ്ഞ പോലെ നമ്മുടെ മെറ്റബോളിസം പെർഫെക്റ്റ് ആക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആവശ്യമുള്ള സാധനമാണ് ആന്റി ഓക്സിഡന്റ്. ആന്റി ഓക്സിഡന്റിനെ പറ്റി വളരെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഫ്രീ റാഡിക്കൽസിനൊക്കെ ഇല്ലാതാക്കാൻ. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ ശരീരത്തിൽ അലഞ്ഞു തിരിയുന്ന, നമ്മള് നാടൻ ഭാഷയിൽ പറഞ്ഞ റോഡിൽ കൂടെ അലഞ്ഞു തിരുന്ന നായ്ക്കള് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ വീട്ടിൽ വളർത്തുന്ന അത്ര ബുദ്ധിമുട്ടില്ല. അതേപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രവർത്തനവും ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന കോശങ്ങൾ, സ്വന്തം കോശങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസ് ആണ് പിന്നീട് വളർന്നു വലുതായി ക്യാൻസർ കോശങ്ങളൊക്കെ മാറുന്നതിന്റെ ഒരു അടിസ്ഥാനം, അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ് മുരിങ്ങയിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും മുരിങ്ങ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മുരിങ്ങ എന്ന് പറയുന്നത്. അതിന് നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പറ്റുന്ന ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് നല്ല ചർമ്മത്തിന്റെ സംരക്ഷണം, നമ്മുടെ സ്കിൻ പെർഫെക്റ്റ് ആകാൻ ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ് മുരിങ്ങ. സ്വാഭാവികമായിട്ടും സ്കിന്ന് ചുളിയുന്നൊന്നും ആർക്കും ഇഷ്ടമല്ല. സ്കിന്ന് ചുളിഞ്ഞാൽ എന്തായി, നമ്മൾ വയസ്സായി അല്ലെങ്കിൽ പ്രായമായി എന്നുള്ള ലെവലിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും അനിവാര്യം എന്ന് പറയുന്നത് സ്കിന്നിലെ ചുളിവുകളൊക്കെ വരാതിരിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. സ്കിന്നിലെ ചുളിവുകൾ വരാതിരിക്കാൻ അതിന് വേണ്ട പോഷകങ്ങൾ നമ്മൾ ശരീരത്തിൽ കൊടുക്കണം. അതിന് സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണിത്. നല്ല തിളക്കം ഉണ്ടാകാനും നല്ല മൃദുത്വം ഉണ്ടാകാനും. ചെറിയ ആളൊക്കെ ശരീരം തൊട്ട് കഴിഞ്ഞാൽ നല്ല റഫായിരിക്കും.
അങ്ങനെ റഫ് എന്നല്ലാതെ നല്ല സ്മൂത്ത് സ്കിന്നും അതുപോലെ തിളക്കമുള്ളതൊക്കെ ആയിട്ടുള്ള നല്ല സ്കിൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മുരിങ്ങ വളരെ ഉപകാരപ്രദമാണ്. അത് നമുക്ക് വലിയ ഗുണം ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു, കണ്ണിന്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി കുറയാതിരിക്കാനും തിമിര രോഗം വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ല ഒരു കണ്ടന്റാണ് മുരിങ്ങ. ഇനി അതേപോലെ തന്നെ കരളിന്റെ സംരക്ഷണത്തിന് നമുക്ക് പൊതുവെ കരളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് നമ്മൾ ലിവകനൊക്കെ ഉപയോഗിക്കും. അപ്പോ കരളിന്റെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു ഘടകമാണ് മുരിങ്ങ. ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് മുരിങ്ങ. ഇനി അതേപോലെ തന്നെ നാഡീ വ്യവസ്ഥകൾ, അത് വൈറ്റമിൻ സി കൂടാതെ തന്നെ മുരിങ്ങയിലയിൽ ഒരുപാട് വൈറ്റമിൻ ഇ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്വാഭാവികമായും നാഡീ ഞരമ്പുകൾ, പ്രത്യേകിച്ച് തലച്ചോറിന്റെ ഇത് ഉണ്ടാക്കുന്ന കോശങ്ങൾ വേറെയാണ്. നമ്മൾ സാധാരണ കോശങ്ങളല്ല. നാഡീ ഞരമ്പുകളും തലച്ചോറും ഉണ്ടാക്കാനുള്ള കോശങ്ങൾ, കോശഘടന തന്നെ വേറെയാണ്. ഈ കോശങ്ങളുടെ പ്രവർത്തനം വളരെ പെർഫെക്റ്റ് ആക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, ഇത് പറയല്ലോ വിറയല് പോലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ഇത് പറയാ, പെട്ടെന്ന് മെമ്മറി കിട്ടുന്നില്ല. അതെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല പരിഹാരമാണ്. കാരണം ഇത് നന്നായി സെറാട്ടോണിനും ഡൊപ്പാമൈനും ഒക്കെ നമ്മളെ തലച്ചോറിലേക്ക് ഉൽപ്പാദിപ്പിക്കാൻ നന്നായി സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ഗുണം കിട്ടുന്നത്. അപ്പോ പാർക്കിൻസൺസ് ആണ്. പാർക്കിൻസൺസിനൊക്കെ തടയാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന മുരിങ്ങ സഹായിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ പാർക്കിൻസൺസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ 95 ആണ് കൊടുക്കാറുള്ളത്. നമുക്ക് ഇനി മുതൽ അങ്ങോട്ട് 95ഉം ഈ മുരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് പാർക്കിൻസൺസ് ഉള്ള ആളുകൾക്ക് ഒന്ന് ഫൈറ്റസും ഒന്ന് 95 ആണ്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണെന്ത്? മുരിങ്ങ. ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മള് ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുത്തോണ്ടുന്ന എന്താണ്? നോവേദന ക്യാപ്സൂൾ ആണ്. മറ്റൊന്നും അതിനോട് ചേർത്ത് കൊടുക്കാനില്ല. സ്പൈറലിൽ കൊടുക്കരുത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുക്കാം? നമ്മുടെ മുരിങ്ങ എന്ന് പറയുന്ന ഈ കണ്ടന്റ് ചേർത്ത് കൊടുക്കാം. അപ്പോ ഇത് എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്ക് കഴിക്കണം സാധനമല്ല കേട്ടോ സാറേ. നമുക്കൊക്കെ സ്ഥിരമായി കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫുഡ് സപ്ലിമെന്റ്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടി തന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് വെയിറ്റ് ചെയ്യാം സത്യം പറഞ്ഞാൽ. ബാക്കി 3 പ്രൊഡക്റ്റ് എനിക്ക് കൈ കിട്ടി. ഒന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, കാരണം അത് എനിക്കുള്ളതല്ല, ചെറിയ കുട്ടികൾക്കുള്ള. ഞാൻ പറയാം, ചെറിയ 6 മാസം പ്രായം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ട് അതുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് പറയാം, ഓട്ടോമാറ്റിക് പറയാം, അതിന്റെ കൂടെ പറയാം. അപ്പോ അത് നമ്മളെ ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അൻറ്റാസിഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി വെച്ചു. അത് ഞാൻ പറയാം. അതുപോലെ വൈറ്റമിൻ സി ടാബ്ലറ്റ് അതും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ തുടങ്ങി. ഞാനും ഭാര്യയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ഒരു ടേസ്റ്റി സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനമൊക്കെ പറയാം. അപ്പൊ ഇതിന്റെ ഒരു ഗുണത്തിലേക്ക് ഞാൻ പോവാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മൂഡ് ബാലൻസ് ചെയ്യുന്നതിന് മുരിങ്ങ വളരെ ഗുണം ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് മുരിങ്ങ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ, നമ്മൾ BP കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഇതുവരെ കൊടുത്തുകൊണ്ടത് ഫൈറ്റസ് ആണ്. ആ ഫൈറ്റസിനോടൊപ്പം ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പ്രൊഡക്റ്റ് കൊടുക്കാം. അതേപോലെ തന്നെ പ്രമേഹ രോഗത്തിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഡയബാലൈഫ് 95 കൊടുക്കും. തീർച്ചയായും അതിനോട് ചേർത്തും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന മുരിങ്ങ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവും. തീർച്ചയായും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാൻ പറയും. അതുപോലെ ക്യാൻസർ തടയാൻ നമ്മൾ 95 എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കൂടെ ഇതും കൊടുത്തേക്കുക. ക്യാൻസറിനെ തടയാനുള്ള കപ്പാസിറ്റി മുരിങ്ങയ്ക്ക് അപാരമാണ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ തീർച്ചയായും നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന ഒരു ജോയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ഘടകം നമ്മളെ കിഡ്നി സ്റ്റോൺ. നമ്മൾ കൊടുക്കുന്ന യൂറി ഫ്ലഷ്. ആ യൂറി ഫ്ലഷ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനും നല്ല റിസൾട്ടാണ്. കാരണം കിഡ്നി സ്റ്റോണുകൾ വന്നത് അലിയിച്ച് കളയാനും പൊടിച്ചു കളയാനും നമ്മളെ യൂറി ഫ്ലഷ് സഹായിക്കുമെങ്കിൽ കിഡ്നിയിലെ സ്റ്റോണുകൾ വരുന്നത് തടയാൻ, അങ്ങനെ ഉണ്ടാകുന്നത് ഇല്ലാതെ ആക്കാൻ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മളെ മുരിങ്ങ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഡിമ എന്ന് പറയുന്ന അവസ്ഥ, അതായത് ശരീരകലകളിലൊക്കെ നീർക്കെട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ഇൻഫ്ലമേഷൻ. ആ ഇൻഫ്ലമേഷനെ തടയാൻ ഈ പറയുന്ന നമുക്ക് അവിടെ ഇവിടെയൊക്കെ ശരിക്കും പറയല്ലോ, എന്താ പറയാ, ലിവറിൽ നീർക്കെട്ടാണ്, കിഡ്നിയിൽ നീർക്കെട്ടാണ്, ശ്വാസകോശത്തിൽ നീർക്കെട്ട് പറയുന്നത് കേൾക്കാം. അല്ലെങ്കിൽ സ്കിന്നിന്റെ പാർട്ടിലൊക്കെ ശരിക്കും ശരീരത്തിലൊക്കെ നീർക്കെട്ട് എന്നൊക്കെ പറയും.
ആ നീർക്കെട്ടൊക്കെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. സ്വാഭാവികമായിട്ടും നോവേന ക്യാപ്സൂളാണ് അതിനും കൊടുക്കാറുള്ളത്, ഇത് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ ആസ്മ കൈകാര്യം ചെയ്യാൻ നമ്മൾ ആയുഷ്വാസാണ് കൊടുക്കാറുള്ളത്. ആസ്മ അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ കൊടുക്കാറുള്ളത് ആയുഷ്വാസാണ്. ചേർത്ത് ഇതും കൂടി കൊടുത്തേക്കുക, ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതെല്ലാവർക്കും കൊടുക്കാനുള്ള സാധനം കേട്ടോ, ഏതെങ്കിലും ഒരു കാറ്റഗറി എന്നുള്ളതല്ല, എല്ലാ ആളുകൾക്കും നമുക്ക് ഒരാളെ പോലും ഒഴിച്ചു നിർത്തേണ്ടതില്ല. ഇത് ചേർത്ത് കൊടുക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ചില ആളുകൾ പറയാണ്, സാറേ ഞാൻ ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി, പക്ഷെ ഒരു റിസൾട്ടും ഇല്ല എന്നാ പറയുന്നത്, പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ല, തൽക്കാലം റിസൾട്ട് ഉണ്ടായിരുന്നു പോയി എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. അങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്ക് ഒരു കാരണവശാലും വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മുരിങ്ങ, ഓണങ്ങൺ മുരിങ്ങ. ഇനി ഇത് ഇവരെ നോക്കി കൊടുക്കേണ്ട സാധനം ഞാൻ പറയില്ല. ഇതേപോലെ നമ്മളെന്താ പറയാ, സിക്കിൾ സെൽ അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പൊതുവെ ഫീലിംഗ് അയൺ സിറപ്പും ക്യാപ്സൂളും കൊടുക്കും. അത് അനീമിയക്ക് അല്ലെങ്കിൽ രക്തക്കുറവിനെ ഇല്ലാതാക്കാൻ കൊടുക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായും നമുക്ക് അതിനോടൊപ്പം ചേർത്ത് എന്ത് കൊടുക്കാം, നമ്മുടെ മുരിങ്ങ കൊടുക്കാൻ പറ്റും. അപ്പോ ഈ പറയുന്ന മുരിങ്ങ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ചില്ലറ എന്നല്ല. ഇത് ഏറ്റവും നല്ല ആന്റിസെപ്റ്റിക് ആണ്, ആന്റി ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർക്കെട്ടൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ പൊതുവെ അണുബാധയൊക്കെ തടയാൻ ചെറുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ചതവ് മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ നല്ല ഗുണം കിട്ടും. അപ്പോ നമുക്ക് പൊള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വൂണ്ട് ഹീലിംഗ് ക്രീം പുറമെ തേക്കാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും അവരോടും പറയാം, നമ്മളൊരു മുരിങ്ങയും വാങ്ങി കഴിച്ചോ. കാരണം പെട്ടെന്ന് മുറിവിനെ ഹീല് ചെയ്യാൻ, അല്ലെങ്കിൽ മുറിവിനെ ഒക്കെ ഹീല് ചെയ്യാൻ, സ്കിൻ സംബന്ധമായിട്ടുള്ള ഏത് പ്രശ്നത്തിനെയും ഹീല് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഓൺ ആൻഡ് ഓൺ മുരിങ്ങ എന്നുള്ളത്. അത് നിങ്ങൾ ഏതെങ്കിലും അസുഖമുള്ള ആളെ നോക്കി നടന്ന് കൊടുക്കണം ഒരിക്കലും ഞാൻ പറയില്ല. പകരം നമുക്ക് ഏത് കാറ്റഗറി ഒരു മനുഷ്യനാണോ അയാൾക്ക് വേണ്ട പോഷകങ്ങൾ മുഴുവൻ കിട്ടുന്ന ഒരു ഭക്ഷണം. അപ്പോ ഏതൊരാൾക്കും പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഉള്ള നമ്മുടെ സ്വഭാവം എന്താ, ഒരു വീട്ടിൽ പോയാൽ സാറേ ഒരു പേസ്റ്റ്, മിനിമം നിങ്ങൾ ഒരു പേസ്റ്റ് എടുക്കണം. കാരണം ഈ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റാണ് നമ്മളെ പല അസുഖങ്ങളുടെയും ബേസ് എന്ന് നമ്മൾ പറയും. അത്രയും കെമിക്കലുകളാണ്. നമ്മൾ പേസ്റ്റ് മാറ്റി ഒന്ന് ഉപയോഗിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സാറേ നിങ്ങൾ വേറെ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു അസുഖം വരില്ല, ആരോഗ്യത്തോടെ ജീവിക്കണമോ, നിങ്ങൾക്ക് ഇത് ആവശ്യമാണ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഓൺ ആൻഡ് ഓൺ മുരിങ്ങ എന്ന് പറയുന്ന സാധനം. അതിനകത്തുള്ളത് മഞ്ഞളും കുരുമുളകും മുരിങ്ങയും തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്, വേറെ ഒരു കണ്ടന്റും അതിനകത്തില്ല. അപ്പൊ തീർച്ചയായും നമുക്ക് നന്നായി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് വന്ന വളരെ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഞാനും ഇതറിയുന്ന ആളുകളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഇനി അറിയാത്ത ആളുകൾക്ക് മാത്രമേ എന്താന്ന് കാത്തു വെക്കുള്ളൂ. എന്നാലും അറിഞ്ഞ ഒരാൾ പോലും ഇത് മാറി നിൽക്കില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്.